എല്ലാവരും നോക്കി. ഇന്ന് തിരിച്ച് വീട്ടിൽ പോയാൽ നമുക്കൊരു കളി കളിക്കാം. നമ്മളാരും ഒന്നും മിണ്ടില്ല, ഒന്നും സംസാരിക്കാതെ നമ്മളവിടെ നിൽക്കും. നമ്മൾ കൈകൊണ്ടും കണ്ണുകൊണ്ടും നോട്ടം കൊണ്ടൊക്കെ സംസാരിക്കും.
അവിടെ അവിടെ ഒരു അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. സത്യമായിട്ട് മുറിയിലാരും വന്നു മമ്മി. മക്കള് സ്വപ്നം കണ്ടതാ. ഫ്രെഡി, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. അവരുടെ ഓരോ നിമിഷത്തിൻ്റെ വിലയും അവർക്ക് മനസ്സിലാകുന്നില്ല ഫ്രെഡി. എന്നെ കബളിപ്പിച്ച് അവരുടെ സമയം കളയുവാനാണ് അവർ ശ്രമിക്കുന്നത്. അവരോടുള്ള എൻ്റെ ബഹുമാനം പോകുന്നു. അവരെ ഞാൻ വെറുത്തു തുടങ്ങുന്നു. എനിക്ക് വേണ്ടത് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അവർക്കതിന് സാധിച്ചില്ലെങ്കിൽ നമുക്കും അവരെ വേണ്ട. ഇവിടെ അന്തരീക്ഷം മാറുകയാണ്. നാട്ടിലെങ്ങും പകർച്ചപ്പനി പടരാൻ തുടങ്ങിയിരിക്കുന്നു. നീ എന്നാണ് വരുന്നത്? എനിക്ക് ഭയമാവുന്നുണ്ട്. നാട്ടിൽ ഒരുപാട് പേർ മരിച്ചു വീഴുന്നുവെന്ന് കേൾക്കുന്നു. പള്ളി സെമിത്തേരിയിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മുടെ ഭൂമിയുടെ തൊട്ടരികെയാണ് ഇപ്പോൾ ആളുകളെ അടക്കുന്നത്. ഫ്രെഡി, നമ്മുടെ പുതിയ അതിഥികളിൽ ഒരാൾക്കും പനി തുടങ്ങിയിട്ടുണ്ട്. നീ വേഗം വാ ഫ്രെഡി. പൊള്ളുന്ന പനിയാ. ചൂട് കൂടിക്കൂടി വരുവാ.